സുഹൃത്തുക്കളെ, ഇന്നലെ ഊട്ടിയിൽ നിന്ന് ധാരാളം സ്ഥലങ്ങളിൽ പോയിനായിരുന്നു. പക്ഷേ അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല. കാരണം ഇന്നലെ ഞായറാഴ്ച കൊണ്ട് കട്ട തിരക്കും മൊത്തം അലങ്കോലമായിരുന്നു. അതുകൊണ്ടൊന്നും വീഡിയോ എടുത്തില്ല. ഇന്നലെ രാത്രി നിന്നത് ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ഹോം സ്റ്റേ ഉണ്ട്, അവിടെയാണ്. ഞാനിപ്പോൾ ഇന്ന് രാവിലെ ഇറങ്ങി. ഞാനിപ്പോൾ ഉള്ളത് മനോഹരമായ കൃഷിയിടങ്ങളാണ് ചുറ്റുമുള്ളത്. ഊട്ടിയിലെ സാധാരണ എല്ലാ ആൾക്കാരും ബൊട്ടാണിക്കൽ ഗാർഡൻ, റോസ് ഗാർഡൻ, ബോട്ട് ഹൗസ്, കർണാടക, അപ്പോൾ ഇതിൻ്റെ അഗ്രികൾച്ചേഴ്സിൻ്റെ പിന്നെ തൊണ്ടപ്പേട്ട, ഇതൊക്കെയാണ് പോവാറ്. അതിൻ്റെ അപ്പുറം ഊട്ടിയിൽ ധാരാളം കാഴ്ചകളുണ്ട്. നമ്മൾ ഇന്നലെ പോയ കോതഗിരി പോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാണ് അവലാഞ്ചി. പിന്നെ ഇപ്പോൾ ട്രെൻഡിങ് ആയ മുള്ളി, മഞ്ചൂരി, പിന്നെ കിണ്ണക്കോര, ഇങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. കിണ്ണക്കോര ഞാൻ പോകണത്രേ. ഞാനിപ്പോൾ ഉള്ളത് അവലാഞ്ചി പോകുന്ന വഴിക്കാണ്. ഈ മനോഹരമായ ഈ ഒരു സ്ഥലത്ത് ഞാനിപ്പോൾ വണ്ടി നിർത്തിയിട്ടാണ് സംസാരിക്കുന്നത്. അവലാഞ്ചിയിൽ ഞാൻ കയറി ഇറങ്ങി. അവിടുന്ന് പോയിട്ട് പോകുന്ന വഴിക്കാണെങ്കിൽ അവിടുന്ന് കയറി ഞാൻ ഇറങ്ങി. അവലാഞ്ചിയിൽ 9 മണിക്കാണ് എൻട്രി. അപ്പോൾ ഞാൻ നേരത്തെ എത്തി. കൂടാതെ അവലാഞ്ചിയിൽ ഇപ്പോൾ ജീപ്പിന്, അതായത് നമ്മൾ അവലാഞ്ചി മെയിൻ ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് ജീപ്പിനാണ് നമ്മൾ അവലാഞ്ചി ലേക്കിലേക്ക് പോകേണ്ടത്. ഒരു ജീപ്പിന് 2000 രൂപയാണ് വരുന്നത്. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക്, അതായത് നമ്മൾ ഈ ഫോറസ്റ്റ് ഓഫീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് 20 രൂപ ഒരാൾക്ക് എൻട്രിയും, ബൈക്കിന് 20 വാങ്ങിച്ചിനായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ ഒറ്റക്കാണ്. ഇന്നിപ്പോൾ തിങ്കളാഴ്ചയായി. അപ്പോൾ ഞാൻ ഒറ്റക്കായതുകൊണ്ട് വേറെ ആരും സന്ദർശകരില്ല. ഞാൻ ഏകദേശം ഒരു 10-20 മിനിറ്റ് വെയിറ്റ് ചെയ്തു. അപ്പോൾ ആരും സന്ദർശകരില്ലാത്തതുകൊണ്ട് ഞാൻ തിരിച്ച് വന്നു. അപ്പോൾ ഏവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ഗ്രൂപ്പായിട്ട് ഒരു ജീപ്പിൽ 6 പേർക്കാണ്. അപ്പോൾ ഇൻഡിവിജ്വലായിട്ട് പോകുമ്പോൾ നമ്മൾക്ക് ഈ 4 പേർക്കായിട്ട് ആയാലും ഈ ജീപ്പ് ഹയർ ചെയ്യേണ്ടി വരും. പിന്നെ വേറെ ഗസ്റ്റുകൾ ഉണ്ടെങ്കിൽ അങ്ങനെ ഷെയർ ആയിട്ട് പോവാം. മുന്നേ ഞാൻ പോയിനായിരുന്നു. മുന്നേ ആ വഴിയിലൊക്കെ ഞാൻ നടന്നിട്ടാണ് പോയത്. അതായത് ഈ അവലാഞ്ചിയിലേക്ക് മുന്നേ ഞാൻ ആദ്യമൊന്നും ബൈക്കൊന്നും ഇല്ലാത്ത കാലത്ത് ബസ്സിന്, ഊട്ടിയിൽ നിന്ന് ഈ മഞ്ചൂരിയിലേക്ക് പോകുന്ന ബസ്സിന് വന്ന് ആ ഒരു എമറാൾഡ് എന്ന് പറയുന്ന ജംഗ്ഷൻ കഴിഞ്ഞിട്ടാണ് അവലാഞ്ചിയിലേക്ക് തെറ്റേണ്ടത്. അപ്പോൾ തിരിച്ച് അവലാഞ്ചിയിൽ നിന്ന് വന്ന ആ എമറാൾഡ് ജംഗ്ഷൻ്റെ തൊട്ടിപ്പുറത്ത് നിന്നാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഇനിയിപ്പോൾ കിണ്ണക്കോരയാണ് ഞാൻ പോകുന്നത്. ഊട്ടിയിലെ മനോഹരമായ അതിസുന്ദരമായ ഒരു ഗ്രാമമാണ്. നമ്മൾ ഈ വരുന്ന വഴിക്കിൽ ഇതെല്ലാം ഗ്രാമങ്ങളാണെങ്കിലും കിണ്ണക്കോര കുറച്ചുകൂടി സൂപ്പറാണ്. അപ്പോൾ ഇനി കിണ്ണക്കോര വിശേഷങ്ങൾ നമുക്ക് വൈകാതെ കാണാം. നല്ല സുന്ദരമായ കാഴ്ചയാണ് സുഹൃത്തുക്കളെ. ക്യാരറ്റ് തോട്ടങ്ങളും ഉള്ളിയും, ഒരു വല്ലാത്തൊരു ഫീലിങ്സാണ്. രാവിലെ തന്നെ ഇവിടെ കുറച്ച് സമയം നിന്നുകൊണ്ട് മനോഹരമായ ഗ്രാമീണ കാഴ്ച. അതിൻ്റെ നടുക്കത്തെ ചെറിയൊരു അമ്പലമുണ്ട്. ഇതുപോലത്തെ ധാരാളം കാഴ്ചകളായിരുന്നു വരുന്ന വഴിക്കുണ്ടായത്. പിന്നെ എല്ലായിടത്തും നിർത്തി എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്ന കൂട്ടത്തിൽ ഇവിടെ ഒന്ന് നിർത്തിയിട്ടാണ് ഈ ഒരു കാഴ്ച ഇവർക്കും കാണിച്ചു തരുന്നത്. കിണ്ണക്കോര വരുന്ന വഴിക്ക് കണ്ടൊരു ചെറിയൊരു വെള്ളച്ചാട്ടമാണിത്. ഈ സമയത്ത് ഇത്രയും വെള്ളം ഇവിടെയുണ്ട്. അപ്പോൾ ഈ മഴക്കാലത്ത് എന്തായിരിക്കും, നല്ല അടിപൊളി വെള്ളച്ചാട്ടമാണ്. സുഖമായിട്ട് കുളിക്കാം. പക്ഷെ ഇപ്പം നല്ല തണുപ്പായതുകൊണ്ട് ഞാൻ കുളിക്കാൻ നിൽക്കുന്നില്ല. ഇനി നമുക്കൊരു 16 കിലോമീറ്ററോളം ഉണ്ട് കിണ്ണക്കോരയിലേക്ക്. നല്ല തണുപ്പാണ്, കട്ട തണുപ്പാണ്. അങ്ങാതിമാരി അതിസുന്ദരമായ തമിഴ്നാടൻ ഗ്രാമങ്ങളിലൂടെ നമ്മളിതാ യാത്ര തുടരുകയാണ്. അവലാഞ്ചിയിൽ നിന്ന് കിണ്ണക്കോരയിലേക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ, തേയിലത്തോട്ടങ്ങളും ക്യാരറ്റ് തോട്ടങ്ങളും എല്ലാം നിറഞ്ഞ അതിസുന്ദരമായ ഒരു ഗ്രാമീണ കാഴ്ചകൾ. തീർച്ചയായിട്ടും തന്നെ ഊട്ടിയിൽ ആൾക്കാർ നിങ്ങളൊക്കെ വരികയാണെങ്കിൽ ഇവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്യണം. വെറുതെ ഓടിപ്പോയി ഓട്ടപ്രദർശനത്തിൻ്റെ അപ്പുറത്തേക്ക് നല്ല ഗ്രാമീണ കാഴ്ചകൾ കാണാൻ നമ്മൾ ഇങ്ങോട്ടേക്ക് എന്തായാലും വരണം. എനിക്ക് തോന്നുന്നു കോതഗിരീൻ്റെ കാട്ടിൽ കുറച്ചുകൂടി ഒരു നല്ലൊരു ആംബിയൻസും സൈലൻ്റായി കിടക്കുന്ന ഒരു സ്ഥലങ്ങൾ ഇതൊക്കെയാണ്. കിണ്ണക്കോര ഇതെൻ്റെ 3ാമത്തെ ഒരു ട്രിപ്പാണ്. മുള്ളി, മഞ്ചൂരിയൊക്കെ കുറേ പ്രാവശ്യം പോയിനായിരുന്നു. ഒറ്റയ്ക്ക് വീണ്ടും യാത്ര. ഒറ്റയ്ക്ക് ഇങ്ങനെ വിട്ടുകൊണ്ടാണ് മെല്ലെ മെല്ലെ പോകുന്നത്. ഒരു ചെറിയൊരു ഗ്രാമമാണ് അതിൻ്റെ നടുക്കുള്ള. ഓക്കെ, അപ്പോൾ മെല്ലെ മെല്ലെ നമുക്ക് പോകാം. ഇവിടെ എന്തായാലും വണ്ടി നിർത്തേണ്ടി വരും. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മളിപ്പോൾ കിണ്ണക്കോര എത്തിയിരിക്കുകയാണ്.
മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് മൊത്തം ഉണ്ടായിരുന്നത് ചുറ്റും. ഇത് ചെറിയൊരു ഗ്രാമമാണ്, മൊത്തം കൃഷിയിടങ്ങളാണ്. അപ്പോൾ താഴെ ഇറങ്ങി ഒരു ചായ കുടിച്ചിട്ട് നല്ല തിരിച്ച് ഇതുവഴി പോകാം. തിരിച്ച് തന്നെ ഇതുവഴി തന്നെ വരേണ്ടി വരും, ഇവിടുന്ന് മറ്റു വഴികളൊന്നുമില്ല. ചങ്ങാതിമാരെ, കിണ്ണക്കോരയിൽ പ്രധാനമായിട്ട് കാണേണ്ടത് ഇവിടത്തേക്കുള്ള യാത്രയും നമ്മളെ മുന്നിൽ ഇതുപോലത്തെ മനോഹരമായ ഒരു ഗ്രാമീണ കാഴ്ചയാണ്. കൂടാതെ ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. നമ്മളെ കേരള ബോർഡറാണ് ഇത്, ഈ ഒരു കിണ്ണക്കോര എന്ന് പറയുന്നത്. നമ്മളേകദേശം ആ മെയിൻ റോഡിൽ നിന്ന് അങ്ങ് ഒരു ടവറുണ്ടോ, അവിടുന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ വന്നിട്ടുള്ളത്. റോഡ് അത്യാവശ്യം ഓഫ് റോഡാണ്. ഞാനിത് ഇത്ര വരെ വണ്ടി ഓടിച്ചിട്ട് എത്തി. 1-2 സ്ഥലത്തു നിന്ന് ചെറിയൊരു പടൽ പൊട്ടിനി, പക്ഷെങ്കിലും വലിയ സീനില്ല. ഇനി പോകുമ്പോൾ എന്താണെന്ന് അറിയില്ല അവസ്ഥ. ഒരാവശ്യം പുറത്ത് കയറിയതാണ്. ഇതാണ് ഇനി ഇതാ ഈ ഒരു സാധനം കൂടി കയറാനുണ്ട്. തൽക്കാലം ഞാൻ വണ്ടി വെച്ചിട്ട് നടക്കുക ചെയ്യുന്നത്. കുറച്ച് ഈ വെയിലത്ത് നടക്കാമല്ലോ, വണ്ടി കയറും. ഇപ്പെല്ലാം സുഖമായിട്ട് കയറി. ഇനി മഴയ്ക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ, സ്ലിപ്പിങ്ങും കാര്യങ്ങളുള്ളൂ. ഇതുപോലത്തെ ഒരു ഡിപ്പ് ഇതുപോലത്തെ ഒരു ഡിപ്പാണ് ബാക്കിലൊന്ന് കഴിഞ്ഞത്. ഇനി പോകുമ്പോൾ അവിടുന്ന് കളിക്കുമെന്നും കണ്ടറിയാം. ഇപ്പം ആരെങ്കിലും സഹായത്തിന് അഥവാ വീണാൽ പോലും ഇവിടെ ഒന്നും നിലവിൽ ഇപ്പോൾ ആരും കാണുന്നില്ല. ഞങ്ങൾ കാണുന്ന മലനിരകളൊക്കെ നമ്മുടെ കേരളത്തിൻ്റെയാണ്. പണ്ട് കേരളത്തിൻ്റെ അത് മുക്കുർത്തി റേഞ്ചാണ്. അതിൻ്റെ ഇപ്പുറത്തെ ഭാഗത്തൊക്കെ കേരളമാണ് വരുന്നത്. മുന്നേ ഇവിടുന്ന് ആൾക്കാരൊക്കെ അവിടുന്ന് അട്ടപ്പാടിയിൽ നിന്നൊക്കെ ട്രൈബൽസൊക്കെ ഇവിടേക്ക് പണിക്ക് വേണ്ടിയിട്ട് കാട്ടിൻ്റെ ഉള്ളിട്ട് നടന്ന് വരുന്ന വഴികളുണ്ട്. ഞാനിവിടെ ഒരു ചായക്കടയിൽ നിന്ന് വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ച് അറിഞ്ഞറിഞ്ഞ് മനസ്സിലാക്കി. മുന്നേ ഞാൻ ഇവിടെ വന്നപ്പോൾ അവിടെ വണ്ടി അവിടെ വെച്ചിട്ട് നടക്കുക ചെയ്തേ. പിന്നെ ഇപ്പം ഒരാവേശം പുറത്ത് വണ്ടി എടുത്തിയാണ്. ഇവിടെ ഒരു കുഞ്ഞ് അമ്പലമുണ്ട്. കൊതപ്പ് വരാൻ തുടങ്ങി നടക്കുമ്പോൾ. ഒരു വല്ലാത്തൊരു ആംബിയൻസാണ്. സൈലൻ്റായി കിടക്കുന്ന ഒരു ഇതുമില്ലാണ്ട് 2-3 ദിവസം ഇവിടേക്ക് വന്ന് ഇവിടെ നിൽക്കണം. പക്ഷെ ഇവിടെ സ്റ്റേ ഫെസിലിറ്റി കാര്യങ്ങളൊന്നുമില്ല. ഏകദേശം നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കാലാവസ്ഥ കാരണം നല്ല കിട്ടു വ്യൂ ആണ്, കിട്ടു ലൈറ്റിംഗ് ആണ്. അപ്പോൾ ബൈക്ക് എടുക്കാമായിരുന്നു കേട്ടോ. ആ ഒരു ചെറിയൊരു കഷ്ണേ ഇതുണ്ടായിരുന്നുള്ളൂ. ഞാൻ പിന്നെ അതിന് വേണ്ടിയിട്ട് വെറുതെ കളിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ഇത് ഇങ്ങോട്ടൊക്കെ കുഴപ്പമില്ല. പിന്നെ തിരിച്ചിറങ്ങുമ്പോഴാണ് പൊതുവെയാനൊക്കെ കയറ്റം സിമ്പിളാണ്, ഇറങ്ങുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് പൊതുവെ ബൈക്കിൽ. പിന്നെ ഒന്നാമത് S+ കാലെത്തുന്നുമില്ല. പിന്നെ നമുക്ക് വേറെ ഒരു ഇതൊന്നും ഇല്ലല്ലോ, അങ്ങനെ അങ്ങ് പോവാം. ഇതാണ് വ്യൂ പോയിൻ്റ്. ഇതാണ് ഒരു ടെമ്പിളിൻ്റെ ഒരു സ്ഥാനം. ഇവിടെ കുറച്ചുകൂടി ഇങ്ങനെ നടക്കാനുണ്ട്, പക്ഷെ ഞാനിപ്പോൾ നടക്കുന്നില്ല. ഓക്കെ, ഇതാണ് മെയിൻ വ്യൂ പോയിൻ്റ്. ഇതുവഴിയൊക്കെ ഇങ്ങനെ വഴികളുണ്ടോ, കാട്ടിൻ്റെ ഉള്ളിൽ കൂടി വഴികളുണ്ട്. നമ്മുടെ അങ്ങ് ഒരു ദൂരെ ഒരു ഗ്രാമം കാണുന്നുണ്ട്. അത് ഏതാണെന്നറിയത്തില്ല. ഇനി തമിഴ്നാടിൻ്റെ ഉൾഭാഗമാണോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ആണോ എന്നറിയത്തില്ല. കണ്ടോ, ഇതാണ് ആ ഗ്രാമം വരുന്നത്. ഞാൻ ഒന്നുകൂടി ക്ലിയർ ആക്കിയിട്ട് പരമാവധി ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, അതാണ് ആ ഒരു ഗ്രാമം. പക്ഷേ ഏതാണ് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അത് പിന്നീട് നമുക്ക് ആരോടെങ്കിലും ചോദിക്കാം. വരുന്ന വഴിയോ ഒരു പുഴയോ എടുക്കുന്നുണ്ട്. ഇവിടെ ആരും കാണുന്നില്ല. ഇനിയിപ്പോൾ ആരെങ്കിലും വരികയാണെങ്കിൽ, ഇവിടുത്തെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കത്തെ. അതൊക്കെ കണ്ടോ, കാട്ടിനുള്ളിലേക്ക് പോകുന്ന വഴികളാണ് അതൊക്കെ. അപ്പോൾ നമുക്ക് നല്ല തിരിക്കാം.
പൊക്കോ പൊക്കോ. സുഹൃത്തുക്കളെ, ഒരു യാത്ര അവസ്ഥയാണിത്. ഒരു ഷോർട്ട് കട്ട് പിടിച്ചു, പക്ഷേ നല്ലൊരു യാത്ര എക്സ്പീരിയൻസ് ആണ്. കുറേ കൊടുങ്കാട്ടിൻ്റെ ഉള്ളിൽ കൂടിയുള്ള ഒരു യാത്ര കഴിഞ്ഞ് ഇവിടെ ഈ അവസ്ഥയിലെത്തി. നമ്മൾ അങ്ങന്നാണ് വന്നത്, അങ്ങന്ന് വന്നു. ഈ വെള്ളത്തിൽ കൂടെ പോയി ഇനി ഈ മണ്ണിട്ട റോഡുമ്മ കൂടിയാണ് ഇനി നമുക്ക് പോകേണ്ടത്. ഇതിപ്പോൾ കേരളത്തിൽ വരുന്ന വഴി ഫുൾ ആനപ്പിണ്ടങ്ങളായിരുന്നു. എന്താ പറയുക, ഒരു വല്ലാത്ത ഒരു യാത്ര എക്സ്പീരിയൻസ് ആണ്. ഇനി ഒരിക്കലും ഇതുവഴി ബൈക്കിൽ വരില്ല, കാരണം അത്രയ്ക്ക് റിസ്ക്കാണ്. ഞാൻ അറിയില്ലായിരുന്നു, പക്ഷേ വന്ന് പോയതിന് ശേഷമാണ് അതിൻ്റെ ശരിയായ അവസ്ഥ എനിക്ക് മനസ്സിലായത്. സുഹൃത്തുക്കളെ, ആ പാലം, അതായത് നമ്മുടെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു പാലം കിട്ടും. പാലം കഴിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ തന്നെ അവിടെ ഒരു വില്ലേജ് കാര്യങ്ങളുണ്ട്, ഒരു അമ്പലമുണ്ട്. ആ വില്ലേജിൻ്റെ അടുത്ത് നിന്ന് ഒരു 200 മീറ്റർ മുന്നോട്ട് പോയിട്ട് വലത്തേക്കുള്ള റോഡാണ്. ഒരിക്കൽ കൂടി അവരോടും പറയാം, ഒരിക്കലും ബൈക്ക് യാത്രയ്ക്ക് വരുന്നവർ രാവിലെയും വൈകുന്നേരം ഒരിക്കലും വരരുത്. 5 റിസ്ക് എന്ന് പറഞ്ഞാൽ 5 റിസ്ക്. സത്യം പറഞ്ഞാൽ വന്ന് പെട്ടുപോയതാണ്. കാരണം ഞാൻ ആന ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് വന്നത്. കാരണം ഞാൻ ഉച്ച സമയത്ത് വന്നത്. നൂറുകണക്കിന് ആനപ്പിണ്ടങ്ങൾ ഫുൾ റോട്ടും മേൽ, പിന്നെ കാട്ടുപോത്തിൻ്റെ കാഷ്ടം, പിന്നെ കാട്ടുനായ്ക്കളോ എന്തോ അങ്ങനെയുള്ള ജീവികളുടെ കാഷ്ടങ്ങൾ മൊത്തം റോഡ് മുഴുവൻ ഇങ്ങനെ ഉണക്കാനിട്ടിയ പോലെ ഇട്ടിട്ടാണ്. ഓരോ വളവുകളും ആന ഉണ്ടാവും എന്നുള്ള ആ ഒരു ഇതിലുള്ള അവസ്ഥയാണുള്ളത്. അപ്പോൾ ഒരിക്കലും ഇതുവഴി വരുന്നവർ ഹൈ റിസ്കിൽ മാത്രം ഉച്ച സമയത്ത് വരെ, രാവിലെയും വൈകുന്നേരം വരരുത്. അപകടമാണ്. ആന ഏത് സമയം വരും. വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റത്തില്ല. കാറ് കാര്യങ്ങൾ അങ്ങനെയൊന്നും വരത്തില്ല. പുഴയാണ്, പുഴയേറ്റ വെള്ളത്തിൽ കൂടി ജീപ്പ്, ചിലപ്പോൾ ഓഫ് റോഡ് ജീപ്പ് വേണമെങ്കിൽ വരുമായിരിക്കും, കാറൊന്നും വരത്തില്ല. പക്ഷേ ഏവരും ശ്രദ്ധിക്കുക, ഹൈ റിസ്ക്കാണ്. ഇപ്പോൾ കേരളത്തിലെത്തി. ആക്ച്വലി എൻ്റെ പ്ലാൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. തിരിച്ച് കൂനൂർ ഇങ്ങനെ വഴി പോകാൻ വേണ്ടി വിചാരിച്ചാണ്. യാദൃശ്യമായി ഇനിയിപ്പം കേരളത്തിലെത്തി. അപ്പോൾ ഓക്കെ, എന്നാൽ ഈ വീഡിയോ നമുക്കിനി ഇവിടെ തീരാം. അട്ടപ്പാടിൻ്റെ ഭാഗത്തുള്ളത്. ഇനി പറ്റുമെങ്കിൽ എൻ്റെ കയ്യിൽ ഇനി 3 ദിവസം കൊണ്ട് ഇവിടെ ഒന്ന് കറങ്ങണം. ഇല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നാട്ടിലേക്ക് വരും. അപ്പോൾ ഓക്കെ, ബൈ.